വലിയ വലിയ ഭക്ഷണപദാർത്ഥങ്ങളൊന്നുമല്ല, കൊച്ചു കൊച്ചു നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വക സാധനങ്ങളെല്ലാം മാളയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ മാളയിൽ വന്ന് കൂടെ ആരെങ്കിലും ഒരാളെ കൂട്ടി ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ നമ്മളിൽ ഒരാളായി ജീവിച്ചു മരിച്ചു പോയ വലിയൊരു കലാകാരൻ. അദ്ദേഹം 11 വർഷമായി നമ്മുടെ ഇടയിൽ ഇല്ല എന്ന ഒരു തോന്നൽ നമുക്ക് വളരെ വേദനിക്കുന്നതാണ്. അദ്ദേഹത്തെ മലയാള സിനിമ എത്രമാത്രം അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. നമ്മളെല്ലാം ഒരു ഹാസ്യ കലാകാരനായിട്ടാണ് പലരും അദ്ദേഹത്തെ തിരിഞ്ഞെങ്കിലും അതിനപ്പുറം അദ്ദേഹത്തിന്റെ കഴിവുകളെ എത്രമാത്രം മലയാള സിനിമ സ്വീകരിച്ചു എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ വലിയൊരു കലാകാരൻ. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് മാളയിലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ഒരു സ്മാരകം വേണമെന്ന് നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തരം ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നു, MLA-യോട് ആവശ്യപ്പെടുന്നു, സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി എന്തെങ്കിലും ഒരു പ്രതിമ സ്ഥാപിക്കാനല്ല നമ്മൾ പറയുന്നത്, വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു സാംസ്കാരിക നില അദ്ദേഹത്തിന്റെ പേരിൽ നടക്കാൻ വൈകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് വടമയിൽ, അതിനൊരു പേര് കൊടുക്കൂ. അല്ലെങ്കിൽ മാളയിൽ ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിനൊരു പേര് കൊടുക്കാൻ ഒരു തീരുമാനം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അതിനുള്ള ചെലവ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ വഹിച്ചോളാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു മറുപടി പോലും ഇവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ സങ്കടമാണ്. ഈ അനുസ്മരണ വേള ഇത് പറയേണ്ടതിന് വരുന്നതിലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. മാത്രമല്ല അദ്ദേഹം പല പ്രാവശ്യം പറയും, ഇവിടെ വന്ന് കഴിഞ്ഞ 7 തവണയും ഇവിടെ ഉദ്ഘാടനം നടത്തി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ MLA ആയിരുന്നു. MLA എല്ലാ മീറ്റിലും വരും പറയും, എന്ത് പറയും, സ്ഥലം കിട്ടിയാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു കെട്ടിടം പണിയാണ്. സ്ഥലം നമ്മൾ കണ്ടെത്തി നൽകും. പൊതുമരാമത്തിന്റെ സ്ഥലം കഴിഞ്ഞ വർഷം പൊതുമരാമത്തിന്റെ സ്ഥലം അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിൽ കണ്ടെത്തി നൽകി. പൊതുമരാമം സംസാരിച്ചു, അപ്പൊ ആ സ്ഥലത്തിന് മറ്റു പദ്ധതികളില്ല. അത് കത്ത് കൊടുത്തു. കത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു പദ്ധതി കൊണ്ടിരുന്നു. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തോട് ഇത്ര വിരോധമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ തെറ്റ്? പലരും ചോദിക്കും, മാള അരവിന്ദൻ മാളയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചില ലീഡർഷിപ്പിലുള്ള ചില ആളുകളുണ്ട്. അവരോട് ഞാൻ ചോദിക്കും, എന്താണ് അരവിന്ദേട്ടൻ ചെയ്യേണ്ടിയിരുന്നത്? എന്താണ് നിങ്ങൾ അരവിന്ദേട്ടനിൽ പ്രതീക്ഷിച്ചിരുന്നത്? 600 സിനിമകളിൽ അഭിനയിച്ചു, ഒരു സംസ്ഥാന അവാർഡ് നേടി. അല്ലാതെ ഒരു കലാകാരൻ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അരവിന്ദേട്ടൻ ജീവിച്ചു മരിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് വളരെ തുച്ഛമായ വരുമാനമുള്ള ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം ജീവിച്ചു മരിച്ചത്. പലപ്പോഴും നമ്മുടെ മണിച്ചേട്ടനെ, കലാഭവൻ മണിയാണ് ചിലർ കമ്പയർ ചെയ്ത് ചോദിക്കുന്നത്, അദ്ദേഹം അവിടെ പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തില്ലേ? ഇതാണ് ഒരു കലാകാരനിൽ നിന്നൊരു സമൂഹം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ജീവിച്ച കാലഘട്ടവും അതെല്ലാം വേറെ, അരവിന്ദേട്ടൻ ജീവിച്ച കാലഘട്ടം വേറെ. അരവിന്ദേട്ടൻ നമ്മൾ പ്രതീക്ഷിച്ച എന്താ? 600 മലയാള സിനിമകൾ അഭിനയിച്ച് മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു കലാകാരൻ, സംസ്ഥാന അവാർഡ് സഹിതം നേടിയ ഒരു കലാകാരൻ. അദ്ദേഹത്തിനാണ് നമ്മളൊരു സ്മാരകം മാളയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, അരവിന്ദേട്ടന് ഒരുപാട് സ്ഥലമില്ലേ? മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ സെക്രട്ടറിക്ക് സ്ഥലമില്ലേ? പ്രസിഡന്റിന് സ്ഥലമില്ലേ? പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് സ്ഥലമുണ്ട്. മാളയിൽ സ്വന്തമായിട്ട് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും മാള അരവിന്ദൻ ഫൗണ്ടേഷനിലെ ആളുകൾ വിചാരിച്ചിട്ട് അരവിന്ദേട്ടനെ 10 സ്മാരകങ്ങൾ പണിയാൻ സാധിക്കും, അരവിന്ദേട്ടന്റെ കുടുംബത്തിന് സാധിക്കും. അങ്ങനെയാണ് ഒരു വലിയ കലാകാരനോട് ഒരു സമൂഹം, ഒരു സർക്കാർ, ഒരു പഞ്ചായത്ത് നീതി പുലർത്തേണ്ടത്? അങ്ങനെയാണോ? നമ്മൾ ഒരു കലാകാരനോട് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 1 രൂപയെങ്കിലും ചെലവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അല്ലാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പണമോ ഞങ്ങളുടെ പോക്കറ്റിലെ പണമോ കണ്ടിട്ടല്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇന്ന് സുകേഷ് മോഹനെ ആദരിക്കുന്നുണ്ട്. ഒരു ട്രോഫി കൊടുത്താണ് ആദരിക്കുന്നത്. സുകേഷ് മോഹന്റെ കയ്യിലെ കാശ് കൊണ്ട് 10 ട്രോഫി വാങ്ങി വീട്ടിൽ വെച്ചുകൊണ്ട് അതിന് പേരെഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ കഴിവുള്ള വ്യക്തികളെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അതിനെ നമ്മൾ സ്കൂളിൽ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല രീതിയിൽ 10 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഫൗണ്ടേഷനെ അവഹേളിക്കുന്നവരാണ് പറയുന്നത്. പിന്നെ ചിലർ പറയുന്ന ഒരു വാചകമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾ പിരിക്കണം, നിങ്ങൾ 4-5 ലക്ഷം രൂപ ഫൗണ്ടേഷൻ പിരിച്ചെടുത്തൂടെ? പിരിച്ചെടുത്തിട്ട് വലിയ പരിപാടികൾ സംഘടിപ്പിക്കണം. ആർക്കും 1-2 പേർക്ക് 1-2 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വലിയൊരു കലാകാരന്റെ അനുസ്മരണം നടത്തുമ്പോൾ
അദ്ദേഹത്തെക്കാൾ ഉയർന്ന് ആ പരിപാടിയേക്കാൾ വലിയൊരു പരിപാടി അവിടെ വെച്ച് നടത്തി ആ കലാകാരനെ ചെറുതായി കാണാൻ ഫൗണ്ടേഷൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും സ്വമനസാലെ മറ്റുള്ളവന്റെ പോക്കറ്റിൽ കൈയിട്ടുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്വമനസാലെ ഒരാളെന്ന് പറയുകയാണ് ഫൗണ്ടേഷൻ എന്തെങ്കിലും കാര്യം ചെയ്തോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിച്ചു വാങ്ങും. അല്ലാതെ ഈ ഫൗണ്ടേഷന്റെ പേരിൽ, ഈ അരവിന്ദേട്ടന്റെ പേരിൽ 1 രൂപ പിരിക്കാൻ മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നില്ല. സ്വമനസാലെ സഹായിച്ച് സ്വീകരിക്കും. അതാണ് ഫൗണ്ടേഷൻ ലക്ഷ്യം. ഫൗണ്ടേഷൻ രൂപീകരിച്ചപ്പോൾ തന്നെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അരവിന്ദേട്ടനെ അനുസ്മരിക്കുക, അരവിന്ദേട്ടന് വേണ്ടി മാളയിൽ ഒരു സ്മാരകം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ 2 ലക്ഷ്യം മാത്രം മാള അരവിന്ദൻ ഫൗണ്ടേഷനുള്ളൂ. അല്ലാതെ ഒരു പണപ്പിരിവും മറ്റ് സ്വന്തമായ കാശുകൊണ്ട് കെട്ടിടം പൊക്കിയിട്ട് അരവിന്ദേട്ടന്റെ പേരെഴുതി വെക്കേണ്ട ആഗ്രഹമൊന്നുമില്ല. കാരണം അരവിന്ദേട്ടൻ 600 സിനിമകൾ അഭിനയിച്ച് 600 സ്മാരകങ്ങൾ മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമം അതിലില്ല. സ്വന്തം നാട് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് പുറം സമൂഹം ചോദിക്കുന്നത്, മലയാളികൾ ചോദിക്കുന്നത്. അതിന് തിരിച്ചറിവുള്ള ഒരു കാലഘട്ടം വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏറ്റവും ഒരു സന്തോഷമുണ്ട് ഈ വർഷത്തിൽ, ഈ 11ാമത്തെ വർഷത്തിൽ മാള ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷവും ഞങ്ങളൊരു അപേക്ഷ കൊടുത്തു. എന്താണ്? ഇതുപോലെ തന്നെ ഒരു സ്മാരകം വേണം, അരവിന്ദേട്ടന്റെ വീട്ടിലോട്ട് പോകുന്ന റോഡിന് അരവിന്ദേട്ടന്റെ പേര് കൊടുക്കണം. പക്ഷേ വളരെ സന്തോഷമുണ്ട്, ഈ തവണത്തെ അവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ കാര്യം ചർച്ച ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ഈ തവണത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാള അരവിന്ദേട്ടന് വടമയിലും അരവിന്ദേട്ടന്റെ വീട്ടിലോട്ട് പോകുന്ന റോഡിന് പേര് നൽകാൻ തീരുമാനമെടുത്തു. അതിനാർജവമുള്ള ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് മാള ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ വർഷം അങ്ങ് നടന്നു. പ്രിയപ്പെട്ട ഇവിടെ ക്ഷണിച്ചിരുന്നു വാർഡ് മെമ്പർ കൂടിയായ ജോഷി കാഞ്ഞൂത്തറയെ. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹമാണ് അതിന് മുൻകൈയെടുത്തത്. അപ്പോൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളിൽ നിസ്സാര കാര്യങ്ങളാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റി. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള സന്തോഷവും കൂടിയുണ്ട്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഈ അനുസ്മരണ യോഗം ഇവിടെ നടക്കുന്നത്. ഈ അനുസ്മരണ യോഗത്തിൽ ഇതൊന്നും പറയേണ്ട കാര്യങ്ങളായിരുന്നില്ലെങ്കിൽ പോലും ഈ വേദന ഈ വക വേദികളിൽ നിങ്ങളോട് പറയാതെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്, എൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുകയാണ്. ശ്രീദേട്ടൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മുടെ എത്തിയവരുടെ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേമ്പറനാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ ചെലവഴിക്കുന്നു. മാളയിലെ തുടങ്ങിയിരിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൾ പതിഞ്ഞിട്ടുള്ളതാണ്. സ്വന്തമായിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ, സൈനിക സ്കൂളാണ്. അദ്ദേഹത്തിനുമാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലോട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി സുഭാഷിണി രാജീവാണ്. സുഭാഷിണിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പരിപാടി വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളെങ്കിലും ഏതൊരു പരിപാടിക്കും നമ്മൾ പോയി വിളിക്കേണ്ട ആവശ്യം കൂടി അവരില്ല. ഫോണിലൂടെ പറഞ്ഞാൽ പറയാ വരണ്ട, ഞാനവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് മനുഷ്യരുടെ വേദനകൾ മനസ്സിലാക്കുന്ന, മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട സുഭാഷിണി രാജീവ് അവരാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് മുഖ്യാതിഥിയെ എത്തിയിരിക്കുന്നത് നമ്മുടെ രവി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. മുത്തുവാണെങ്കിൽ പലപ്പോഴും പറയും രവി സാറിനെ വരും, രവി സാറിനെ വിളിക്കണം. ഞങ്ങള് സിനിമാ നടന്മാരെ വിളിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മുത്തുവിൻ്റെ കൂടെ വ്യക്തിയാണ്. വളരെ പ്രയാസമാണ് കിട്ടാൻ, വാക്കുകളിൽ മാത്രമുള്ളൂ, വരവിൽ കുറവാണ്. എന്നിരുന്നാലും നല്ല മനസ്സുള്ളവർ പലരും എത്തിയിട്ടുണ്ട്. പക്ഷേ രവി സാറെ വിളിച്ചപ്പോൾ, ഫോൺ കോളിൽ വിളിച്ചപ്പോൾ അദ്ദേഹം 100 മനസ്സോടെ ഇങ്ങോട്ട് ഓടി വരെ മനസ്സ് കാണിച്ചു. ഇന്നലെ ഞാൻ ഇവിടെ വേദിയിൽ നിന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുത്ത് വിളിക്കുന്ന മുത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യം പറയേണ്ട കാര്യം, ഞാൻ അവിടെ എത്തിയിരിക്കും, 1 മണിക്കൂർ യാത്രയുള്ളൂ, ഞാൻ അവിടെ എത്തിയിരിക്കും, 4 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ എല്ലാവരേക്കാളും മുന്നേ ഇവിടെ ഓടിയെത്തി അദ്ദേഹത്തെ ഈ വേദിയിലോട്ട് നമ്മളെല്ലാവരും വേണ്ടി മാളക്കാരുടെ പേരിൽ, മാള ഫൗണ്ടേഷന്റെ പേരിൽ വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തോളൂ. അതുപോലെ ഡോക്ടർ ആർ.വി. രാമകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 2-3 കൊല്ലം പുറകിലോട്ട് പോകുമ്പോൾ
ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ ചാലക്കുടിയിലെ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് പക്ഷേ നമ്മളിങ്ങനെ കാണുന്നു. ഞാൻ അന്ന് എൻ്റെ ഒരുപാട് ദുഃഖങ്ങൾ ഇവർ പറഞ്ഞു ഫൗണ്ടേഷൻ സംബന്ധിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാളെ കിട്ടാൻ വല്ലാത്ത പ്രയാസമാണ്. അപ്പോൾ മാഷും ഇതൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ആളാണ്. കലാഭവന്മാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. മാഷോട് പറഞ്ഞു, മാഷെങ്കിലും ഒന്ന് വരുമോ ചോദിച്ചു. മാഷ് ഡേറ്റ് പറയൂ, ഞാൻ വരാം. ആ വർഷം മാഷ് ഇതേപോലെ തന്നെ ഓടി വന്നു. മാഷായിരുന്നു അന്ന് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ഇന്നും മാഷ് ഒരു ദിവസം നിശ്ചയിച്ചിരുന്ന ദിവസം ഒന്ന് മാറ്റി വീണ്ടും മാഷ്ക്ക് ഇന്ന് പാലക്കാട് എത്തേണ്ടതാണ്. മാഷ് ആ പാലക്കാട് പോകുന്ന സമയമൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ നേരത്തെ തന്നെ മാഷിനോട് ഓടി വന്നു. അതിന് പ്രിയപ്പെട്ട മലയാളികൾക്ക് പ്രിയപ്പെട്ട ഡോക്ടർ ആറന്മുള രാമകൃഷ്ണനെ വളരെ സ്നേഹത്തോടെ ഹാർദവും ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ 3 വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുകേഷ് മോഹൻ പൂപ്പത്തി നിവാസിയാണ്, മാള നിവാസിയാണ്. അരവിന്ദേട്ടനെ ഒരുപാട് സ്നേഹിക്കുകയും അരവിന്ദേട്ടൻ്റെ കൂടെ ഒരുപാട് സമയമൊക്കെ ചെലവഴിച്ചിട്ടുള്ള നമ്മുടെ സുകേഷ് മോഹൻ. അദ്ദേഹം ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ച ഈ സമയത്ത് ഒരു സിനിമാ ലോകത്ത് എത്തിപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിട്ട് സംവിധാന രംഗത്തെല്ലാം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മികവ് തെളിയിച്ച ഒരു വ്യക്തിത്വം. പക്ഷെ എന്താണെന്നറിയാം, ഒരുപക്ഷെ അരവിന്ദേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പൊ പണ്ടേ സിനിമയിൽ എത്തണമെങ്കിൽ അങ്ങനെയുള്ള പല വഴികൾ നമ്മൾ തേടേണ്ടതായി വരും. അങ്ങനെ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൽബങ്ങൾ, ഒരുപാട് കവിതകൾ, ഗാനരചിതാവ്, അങ്ങനെ സകല മേഖലയിൽ കലാരംഗത്തും മികവ് തെളിയിച്ച കഴിഞ്ഞ 25 വർഷത്തിൽ പരമായി മാളയിൽ തിളങ്ങി നിൽക്കുന്ന സുകേഷ് മോഹൻ. ആ സുകേഷ് മോഹൻ നമ്മൾ ആദരിക്കുന്നുണ്ട്. ആ സുകേഷ് മോഹനെ മലരവിന്ദ ഫൗണ്ടേഷൻ മാളക്കാരുടെ പേര് ഇവിടെത്തിയ എല്ലാവരുടെ പേര് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം, തൃശ്ശൂർ ശാന്ത ചേച്ചി വന്നിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രവി സാർ പറഞ്ഞു ഇങ്ങനെ മുത്തുവിനൊക്കെ അറിയാം. അരവിന്ദേട്ടൻ്റെ ഒപ്പം നാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുണ്ട്. അവര് അരവിന്ദേട്ടൻ്റെ പേരിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ തന്നെ മുത്തു പറഞ്ഞു, റെഡി, ഞങ്ങൾ വരണം. അങ്ങനെ ചേച്ചി സീരിയലിലും സിനിമയിലും നാടകത്തിലെല്ലാം ഉള്ള തൃശ്ശൂർ ശാന്ത ആ ചേച്ചിയെ ഈ വേദിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ കുമാരി അവന്തിക തബല വാദനത്തിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലെല്ലാം സമ്മാനങ്ങൾ നേടിയ അരവിന്ദേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാദ്യോപകരണം തബല വാദനത്തിൽ ഒരുതരം സമ്മാനങ്ങൾ നേടിയ അവന്തിക ഷേണായി മാളക്കാരിയാണ്. അവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവിധ അഭിനന്ദനം നേരുന്നതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു. അത് വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയി. അവിടെ അസാന്നിധ്യത്തിലും മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഔസേപ്പച്ചൻ ജോസ് വളരെ ചെറുപ്പക്കാരെ വളരെ ആർജവത്തോടെ ഗ്രാമപഞ്ചായത്ത് ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ഔസേപ്പച്ചൻ ജോസിനെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കൂടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി ടീച്ചർ കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുന്നും കൂടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എപ്പോഴും ജനപക്ഷ നിലപാടുമായി ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന സിൽവി ടീച്ചറെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ജോഷി കാഞ്ഞിത്തറ വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. എത്തിയിട്ടില്ല. അവരെ അസാന്നിധ്യത്തിലും എത്തുമെന്ന് വിചാരിക്കുന്നു. സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അനിൽ മാള തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിലാണ്. അവർ മാളയ്ക്ക് ഒരുപാട് സംസ്ഥാന അവാർഡുകൾ നേടിക്കൊണ്ടെന്ന അനിൽ മാള എത്ര വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എത്താൻ സാധിച്ചില്ലെങ്കിൽ എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ബാസ് മാള മാള പ്രസ് ക്ലബിന്റെ ഏറ്റവും ആദരണീയനായ സെക്രട്ടറിയാണ്. വലിയൊരു കലാകാരനാണ്, നാടക നടനാണ്, നന്നായിട്ട് പ്രാസംഗികനാണ്. ഒരുപക്ഷെ അദ്ദേഹം കുറച്ചു നാളും കൂടി കോടമ്പാക്കത്ത് പോയിരുന്നപ്പോൾ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ മാളയിലെ മറ്റൊരു സിനിമാ നടനായി മാറേണ്ട ഒരാളായിരുന്നു. അബ്ബാസ് മാള തൊപ്പി വെച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിലെ പല കാര്യം കൊണ്ട് കുറേ നാള് കോടമ്പാക്കത്തൊക്കെ തങ്ങി, നമ്മുടെ ശ്രീനാഥിക്കൊപ്പൊക്കെ തങ്ങി, അങ്ങനെ തിരിച്ച് അദ്ദേഹം മാളയിലോട്ട് പോകുന്നത് കൊണ്ട് അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന് ഞാൻ കിട്ടി. അദ്ദേഹത്തെ ഈ വേദിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദ് മാളയെ കാണുമ്പോൾ നമ്മുടെ BS അച്യുതാനന്ദന്റെ ഓർമ്മയിലായിരുന്നു. അതാണ് കേരളത്തിൽ ഒരു കാലത്ത് പ്രമോദ് മാളയെ പെട്ടെന്നെല്ലാം തിരിച്ചറിഞ്ഞ പ്രമോദ് മാളയെയും വളരെ സിനിമാ സീരിയൽ രംഗത്ത് തെളിയിക്കുന്ന പ്രമോദ് മാളയെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു.
അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയച്ചു. ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ അയച്ചത് ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ, അരവിന്ദേട്ടൻ്റെ പരിപാടി നടക്കുകയല്ലേ, അപ്പം അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ ജി നാഥിനോട്, അദ്ദേഹത്തോട് ഒരു ചെറിയൊരു മെസ്സേജ് മെസ്സഞ്ചറിൽ അയച്ചു. അദ്ദേഹം തിരിച്ചയച്ചത് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അല്ലേ, നമ്മൾ പറയില്ല, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന പോലെ ആയിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ തരണ്ടായപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ട് വരും. അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാവർക്കും നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അരവിന്ദേട്ടനുമായിട്ട് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ബന്ധം എനിക്കറിയില്ലായിരുന്നു. മുത്തിനോട് സംസാരിച്ചു ഇന്നലെ. അപ്പൊ ഗുരുവായൂർ നടന്ന പരിപാടിയെ കുറിച്ചൊക്കെ മുത്തു പറഞ്ഞു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അതുപോലെ തന്നെ അരവിന്ദേട്ടൻ്റെ കുടുംബാംഗങ്ങൾ, ഗീത ചേച്ചിയുണ്ട്. അതുപോലെ ഇവിടെ ഗീത ചേച്ചി പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഗീത ചേച്ചി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗാനമാലപിച്ച സ്വാതി സുധീർ, അരവിന്ദേട്ടൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ സ്വാതിയും അതുപോലെ സുധീറേട്ടനും അവരൊക്കെ ഇവിടെ എത്തിയിരിക്കും. നിരവധി ആൽബങ്ങളിലും നിരവധി ചാനലുകളിലും സിനിമകളിലും എല്ലാം നല്ലൊരു പടം കിട്ടാൻ വേണ്ടി വെയിറ്റ് നല്ല സ്വരം. ഏത് മൈക്ക് കൊടുത്താലും ഇവിടുത്തെ പരിപാടിക്ക് വന്നാൽ ആ മൈക്കിൽ പാടാൻ സ്വാതി തയ്യാറാണ്. അങ്ങനെ സ്വാതിയാണ് ഇവിടെ പ്രാർത്ഥന ആലപിച്ചത്. സ്വാതിയെ കുടുംബത്തെയും സുധീരേട്ടനെല്ലാം വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എന്നിരുന്നാലും അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെ തുടങ്ങി കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പറയുന്ന ഞങ്ങളുടെ വിൽസമാശിരിക്കുന്നുണ്ട്, രജിസ്ട്രേറ്റർ തുടങ്ങി ഫൗണ്ടേഷന്റെ എല്ലാ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. ഇവിടെ അനൗൺസ് ചെയ്യുന്ന സുധീറുണ്ട്, ഇൽസുങ്ങുണ്ട്. ഇൽസുങ്ങിനെയും ഇൽസുങ് വലിയൊരു കലാകാരനാണ്. അരവിന്ദ് ഫൗണ്ടേഷന്റെ ഒരു മെമ്പർ കൂടിയാണ് ഇൽസുങ്ങിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കലാകാരന്മാര്, ജനപ്രതിനിധികൾ, ഒരുപാട് ജനപ്രതിനിധികൾ വന്നിരിക്കുന്നുണ്ട്. ജോർജ് ചേട്ടനടക്കമുള്ള ജനപ്രതിനിധികൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എഴുത്തുകാർ വന്നിരിക്കുന്നുണ്ട്, വർഗീസ് ചേട്ടനടക്കമുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ട്. മുൻകാല മെമ്പർമാർ വന്നിരിക്കുന്നുണ്ട്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ നാനാ മേഖലകളിൽ നിന്ന് വളരെ സെലക്ടഡ് ആളുകൾ ഒരുപാട് സീരിയൽ അഭിനയിച്ച നാരായണൻകുട്ടി ചേട്ടനടക്കമുള്ള ഒരുപാട് ആളുകൾ, മാളയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളെയും വളരെ ഹാർദമായി ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ നീതി കൊടുങ്ങല്ലൂർ അദ്ദേഹത്തെ വളരെ നമ്മൾ ഒരു വേദി അരവിന്ദേട്ടൻ്റെ വേദി വെച്ച് ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ നീതി കൊടുങ്ങല്ലൂർ പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും. വലിയൊരു കലാകാരനാണെന്ന് കണ്ടോളൂ നീതി കൊടുങ്ങല്ലൂർ. ഒരു കാലത്ത് സിനിമകളിലെ സ്ക്രീനുകളിൽ നമ്മൾ എഴുതി കണ്ട ഒരു വാക്കായിരുന്നു നീതി കൊടുങ്ങല്ലൂർ. അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ പേരെടുത്ത് പറയേണ്ട ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് എല്ലാം സൂപ്പർ സ്റ്റാറുകൾക്കെല്ലാം എന്ന് പറഞ്ഞ ഒരുപാട് സമയങ്ങളിൽ നിധിച്ചേട്ടനെ കാണാൻ ക്യൂ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നിധിച്ചേട്ടൻ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ യുഗം വന്ന് മാറിയോടുകൂടി, ഫോട്ടോഷോപ്പ് വന്നുകൂടി അതിനനുസരിച്ച് മാറിയില്ലാത്തത് കൊണ്ട് പറ്റിപ്പോയി. നിധിച്ചേട്ടനടക്കമുള്ള എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗതം നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നത്തെ മുഖ്യാതിഥി ചേട്ടൻ, ആർ.എം. രാമകൃഷ്ണൻ, സുരേഷ് ഭവൻ, തൃശൂർ ശാന്ത തുടങ്ങിയ വേദിയിൽ ഉള്ള പ്രശസ്തരെ, സദസ്സിലുള്ള പ്രശസ്തരെ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമുക്കറിയാം, മാള അരവിന്ദൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ സിനിമ നടൻ്റെ, മലയാളത്തിലെ ഏറ്റവും നല്ല ഹാസ്യ നടൻ, നാടകരംഗത്തെ മികച്ച നടൻ, മികച്ച നടൻ എന്നിങ്ങനെ നിരവധി അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ വാരിക്കൊട്ടിയ ശ്രീ മാള അരവിന്ദൻ ഒരിക്കലും ആൾക്കാർക്ക് ഒരു സിനിമ നടനായിരുന്നില്ല. ഇവിടെ ഉള്ളപ്പോഴൊക്കെ നേരത്തെ ഷാജി സൂചിപ്പിച്ച പോലെ ഇവിടെ ചായക്കടകളിലും നമ്മുടെ ഹാളിൻ്റെ മുന്നിലുള്ള പെട്ടിക്കടയിലും, ഫർണിച്ചറിൻ്റെ പെട്ടിക്കടയിലും ഒക്കെ വന്നിരുന്ന് വർത്തമാനം പറയുന്ന
ശ്രീ അരവിന്ദനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇവിടുന്ന് വിട്ടാൽ അവിടെ മതങ്ങൾ കഴിക്കുന്നുണ്ടാവും, അവിടെ നിന്ന് വർത്താനം പറയും. ഇങ്ങനെ സാധാരണക്കാരുടെ ഒപ്പം കഴിഞ്ഞു നിൽക്കാൻ പറയുന്നതാണ്. ഒരു പക്ഷെ എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ സാധാരണക്കാരോടൊപ്പം ഇരുന്ന് അവരിൽ നിന്ന് ഞാൻ ആഹ്വാനിച്ചെടുത്ത മതമാണ് കലാരൂപമായി പുറത്തു വരുന്നത്. അരവിന്ദൻ പറഞ്ഞു. നേരത്തെ ഷാജി സൂചിപ്പിച്ച പോലെ നമ്മൾ 10 വർഷവും അദ്ദേഹത്തിന് നല്ല സ്വാഗതമാണ് പഠനം എന്നാഗ്രഹിച്ച് നമ്മൾ വേണ്ടി നടപടികൾ കൈക്കൊണ്ടിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ഈ വർഷമെങ്കിലും ശ്രീ ജോഷിയുടെ നേതൃത്വത്തിൽ ആ റോഡിന് പേര് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ആ റോഡിൻ്റെ ഉദ്ഘാടനം ഗംഭീരമായി തന്നെ നടത്തുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. ഞാൻ ജനിപ്പിക്കുന്നില്ല എന്ന് മുസ്ലിം സഹോദരർക്ക് പെരുന്നാളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പലർക്കും നോയമ്പ് പൂർണ്ണം ഇവിടെ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി അവരെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. 26 നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് മാളാരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് രാജി ഡേവിസ് പേരപ്പടൻ അവർ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ഷാൻജി തട്ടകത്ത്, നമ്മുടെ വിശിഷ്ടാതിഥികൾ, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാളാരവിന്ദൻ്റെ 11ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മാളയെ വെച്ച് പറയുകയാണെങ്കിൽ മാളാരവിന്ദൻ ആളാണ്. നമ്മളെ മാളയെ ലോകമെമ്പാടും തന്നെ പറയാം. മാള എന്ന പേരിന് പ്രശസ്തിക്ക് കാരണം നമ്മുടെ ഈ മാളാരവിന്ദൻ തന്നെയാണ്. ആളുടേതായ ശൈലിയിൽ മറ്റുള്ള എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയൊരു മഹത് വ്യക്തിയാണ്. ആളുടെ പേരിൽ എന്തുകൊണ്ടാണ് ഈ 11 വർഷമായിട്ടും നമ്മുടെ മാളക്കാർക്ക് ആൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ കാരണമെന്ന് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാള ബ്ലോക്കിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മാള ഫൗണ്ടേഷൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാള ബ്ലോക്ക് ഭരണസമിതി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല, ഒരുപാട് പേര് പറയാനുണ്ട്. അപ്പോൾ മാളയാക്കിയ നമ്മുടെ മാള അരവിന്ദൻ അനുസ്മരണത്തിൽ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള ബഹുമാനികളെ എല്ലാവർക്കും നമസ്കാരം. 11ാമത്തെ ചരമദിനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചരമദിനം പങ്കെടുക്കുന്നത് തീരെ സന്തോഷത്തിലല്ല. ഓർമ്മകൾ ഒരുപാടുണ്ട്. തീർച്ചയായും ഞാൻ ഓർമ്മകൾ പങ്കുവെക്കുന്നുള്ളത് എനിക്കും ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അത്രയും അടുത്ത ബന്ധമുള്ള എൻ്റെ സുഹൃത്താണ് അരവിന്ദൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 2 പേരാണ് മാളയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് മാളയിലെ മാണിക്യം, അത് കേൾക്കാരന. മറ്റൊന്ന് മാളയുടെ മുത്ത് മാളാനില്ല. ഇങ്ങനെ പറയും. പക്ഷേ എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ, കാരണം എവിടെ വെച്ചാണ് ഞാൻ പൊട്ടിപ്പോവാന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല കേരളത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തു എന്നെ വിളിച്ചപ്പോൾ ഒഴിവാവണമെന്ന് ഞാൻ മോഹിച്ചതാണ്. വേറൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസം നടക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറുണ്ട്, ആരാ കൂടുതൽ ആരാ കുറവ്. പക്ഷെ അതിപ്പോഴും എനിക്ക് പറയില്ല ആരാ കൂടുതൽ ആരാ കുറവ്.
ആ സുഹൃത്തിന്റെ ചരമദിനത്തിൽ പങ്കെടുക്കുന്നത് തീരെ സന്തോഷമുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെ ഒഴിവാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ എനിക്ക് തോന്നി ഒഴിവാകുന്നത് ശരിയല്ലല്ലോ. നാളെയല്ലേ പോയിട്ടുള്ളൂ. യുദ്ധമുണ്ട്, കലയുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരൊക്കെ കാണുന്നത് എന്തൊരു ചുമതലയാണ്. ഞാൻ ഒത്തുപോയതാണ്. എന്റെ മക്കളെ പോലുള്ള കുട്ടികളല്ലേ. അവര് വിളിച്ചപ്പോ വരാതിരിക്കുന്നത് മനുഷ്യത്വത്തിലേക്ക് എന്റെ ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് അവസാനം ഞാൻ വരാൻ സമ്മതിച്ചത് തന്നെയാണ്. അതിലൊരു വേറെ ചടങ്ങുകളോ ചട്ടങ്ങളോ ഒന്നും ബാധകമില്ല. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ആളാണ് തന്നെയാണ്. ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞല്ലോ. അവനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അവനൊക്കെ പ്രയത്നം ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ വിളിച്ചിരുന്ന അങ്ങനെ തന്നെയാണ്. എൻ്റെ പോക്കറ്റിൽ കൈയിടാൻ അവൻ്റെ പോക്കറ്റിൽ കൈയിടാൻ എനിക്കും അധികാരവും ബന്ധമുണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ അതുപോലെ തന്നെ. അല്ലാതെ മറ്റൊരു പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാതുകൊണ്ട് അവൻ തന്നെ പറയാണ്. അവൻ എന്നുള്ളത് അറിയാലോ, ക്രൈസ്റ്റിനെ വിളിക്കുന്ന അവൻ തന്നെ വിളിക്കുക. അല്ലാതെ ക്രൈസ്റ്റ് ചേട്ടാന്ന് വിളിക്കരുതോ. അബന്ധം അത്രമാത്രം ദൃഢമായതുകൊണ്ടാണ് അവനെന്ന് വിളിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്. ഭക്ഷണപ്രിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ അവസാനമായിട്ട് മാള അരവിന്ദനെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കാണുക. ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സിനിമയാണ്. നൂൽപ്പാലം ആണ് സിനിമയുടെ പേര്. പീച്ചിയിൽ വെച്ചിട്ടാണ്. പീച്ചി ഡാമിൻ്റെ ഒരു ദൂരം മാറിയിട്ട് അവിടെ ഒരു വീടിൻ്റെ മുറ്റത്താണ് എല്ലാം നിർമ്മിച്ചിരിക്കുക. ആദ്യം ഞാനാണ് ചെന്നത്. അതിനുശേഷം അരവിന്ദൻ വേണം. അരവിന്ദൻ്റെ കൂടുതൽ ആൾ വരും. ആരുടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ നെല്ല് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ട് വരുന്നതാണ്. എന്നെ കണ്ടപ്പോ ഒരു പൊതി മാലയുടെ കയ്യിലുണ്ടായിരുന്നത് പുകയിൽ കൂടെ മറ്റാളുടെ കയ്യിൽ കൊടുത്ത് ഞാൻ കണ്ടു. ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. എനിക്ക് മനസ്സിലായി സൂത്രം ഭക്ഷണ സാധനമായിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ്. അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇവനെ ആ പൊതി കൊണ്ടാകും. നിർബന്ധമായിട്ടാണ് പറഞ്ഞ് പുതിയ വാങ്ങി. അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 5 അടയാണ് മധുരമുള്ള അട. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അട തിന്നതാന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ച് സാധാരണ നിലയ്ക്ക് ഈ സ്വീറ്റ്സ് ആണ് ഉപയോഗിക്കുന്ന പോലെയില്ല. ഞാൻ സമ്മതിക്കില്ല. കാലിൻ്റെ മുകളിൽ ഇത്രയും നീര് നീ തിന്നണ്ട, എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. വാശി പിടിച്ചു. ഇവന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും 4 പേർക്ക് ഇത് പങ്കുവെച്ച് കൊടുത്തിട്ട് അവസാനം ഒരെണ്ണം വന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സിലൊരു വിഷമം തോന്നി. ഞാനിത് ഇത്രയും മോഹിച്ചു കൊണ്ടുവന്നില്ല. കാരണം ഇവിടുന്ന് എവിടെയോ അടുത്തൊരു ഹോട്ടലുണ്ടാവും പറയാനില്ല, ഒരു ക്ലബുണ്ട് എവിടെയാണ്. ആ ക്ലബിൻ്റെ അകത്താണ് ഇത് വാങ്ങിക്കൊണ്ടുവരുന്നത്. വീട്ടിലെ റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്നില്ല, അവിടെ പുറത്തൊന്നും ഇത് വാങ്ങിക്കൊണ്ടില്ല. കൊടുക്കാതെ 4 എണ്ണം ഞാൻ മാറ്റി വേറെ 4 പേർക്ക് കൊടുത്ത് അവസാനത്തെ എടുത്തപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. ഞാൻ ഇത്രയും മോഹിച്ചു കൊണ്ടുവന്നല്ലേ എന്തെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പണിയാണ്. പകുതി ഞാനെടുത്ത് പകുതി നിൽക്കാനാണ് പറഞ്ഞ് ഞാൻ കൊടുത്ത്. ആ ആട അങ്ങനെ പങ്കുവെച്ചിട്ട് പകുതി അടയാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ആഫ്രിക്കയ്ക്ക് പോയി. ഇപ്പം തിരിച്ചു കൊടുക്കും. വരുന്ന വഴിക്ക് പല കയറി ഇടയ്ക്കിടയ്ക്ക് എന്നെ പലരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ സാധാരണ നിലയ്ക്ക് എത്ര ലേറ്റ് ആയാലും 5 മണിക്ക് എണീക്കും. ആഫ്രിക്കയിലെ എൻ്റെ മകൻ്റെ കൂടെ ഞാൻ താമസിക്കുക. അപ്പൊ അവിടുത്തെ 5 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ 8:30 മണിയാണ്. അപ്പൊ എനിക്ക് സുഖമായിട്ട് ഇവിടുത്തെ ന്യൂസുകൾ മുഴുവൻ കിട്ടുകയില്ല. 5 മണിക്ക് വന്നിരുന്ന് മുഖമൊക്കെ കഴുകി വന്നിരുന്നപ്പോൾ ആദ്യം കാണുന്നത് മാള അതിൻ്റെ കാര്യം ഭരിച്ചു എന്നൊരു സ്ക്രോളിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്
ഒരു ഷോക്ക് വലിയ കണ്ട് കുറച്ച് ഇരുന്ന് ഞാൻ ഇത് ആരുടെ ചോദിക്കുക. എനിക്ക് ആകെ നമ്പർ അവൻ്റെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യാന്ന് ചോദിച്ചു. ആ നമ്പർ ഞാൻ വിളിച്ചു. അപ്പൊ മുത്തു എടുത്തുടനെ പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതൊന്നും തെറ്റായിട്ടുള്ള ന്യൂസാണ്. ഓർമ്മയുണ്ടോ? ഞാൻ സന്തോഷിച്ചു. പൊട്ടെ സാരില്ലല്ലോ, ഈ ഇടത്തെ ന്യൂസ് ശരിയല്ലല്ലോ എന്നും ഞാൻ സന്തോഷിച്ചു. പക്ഷെ കുട്ടികളുടെ കൂടെ പറഞ്ഞു കുറച്ച് സീരിയസ് ആണ് കോയമ്പത്തൂരാണ്. ഞാനിവന് കാണാൻ എന്താ പഠിച്ചതിനായിരിക്കും അധികം താമസം നിന്നില്ല. പിന്നീട് വേറെ ദിവസം കാലത്ത് നിൽക്കുമ്പോൾ ഇതുപോലത്തെ പറയുന്നത് അതായിരുന്നു ശരിയായിട്ടുള്ള വാർത്ത. അതായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചത്. അന്ന് ഞാൻ അടയുടെ പകുതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ കൊടുത്തില്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും എനിക്ക് സമാധാനം എന്ന് വെച്ചാൽ എന്തോ കുരുത്തം കൊണ്ട് അതിന്റെ പകുതി അടയെങ്കിലും അവനെ കൊണ്ട് കൊടുക്കാനും അതിന്റെ പകുതി എനിക്ക് കഴിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പകുതിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ ഒന്ന് കല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ആ കുട്ടി അന്തപ്പെട്ട് പോയി. എന്റെ പേരോർമ്മയുണ്ടോന്ന്. കുടുംബം മുഴുവൻ എനിക്കറിയാം. കാരണം ഞങ്ങൾ പറയാത്ത കുടുംബ വിശേഷങ്ങളോ മറ്റു വിശേഷങ്ങളോ ഒന്നുമില്ല ഞാൻ അറിയുന്നതായിട്ട്. അത്തരത്തിലുള്ള വലിയ ബന്ധമുണ്ട്. വളരെ അടുത്ത ബന്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞേ, ഈ ബുദ്ധുവായാലും കലയായാലും എൻ്റെ മക്കളെ പോലെ തന്നെ എനിക്ക്. അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വരാൻ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ ചരമ ദിവസം പറയുമ്പോൾ അതിന്റെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. സൗഹൃദം എനിക്കറിയാം. ഒരാളുടെ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, പലപ്പോഴും എനിക്ക് പറയണ്ടേ, എന്നോട് പലപ്പോഴും സങ്കടം എന്ന് പറയുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർ പറയാൻ പറ്റാതിരിക്കുന്ന പല സന്ദർഭങ്ങളും എൻ്റെ അടുത്ത് ഒന്ന് പറയും സങ്കടം. എനിക്ക് സിനിമയില്ല, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്, പറയും കൃത്യമായിട്ട് സിനിമകളൊന്നും ഇല്ല എന്ന് ആരോട് പറയും ഒരു നടൻ? പറയാൻ പറ്റില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്, രവി എനിക്ക് സിനിമയിലിടാന്ന് സങ്കടപ്പെടുകയാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, മാള നിന്നെ കാണുന്ന കാലത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നീ എങ്ങനെയായിരുന്നു ആലോചിക്കും. ഇന്ന് നിന്റെ മക്കൾക്ക് വേണ്ടി നീ സമ്പാദിച്ചിട്ടുണ്ട്, ഏറ്റവും ചെയ്യുന്നൊരു പെട്രോൾ പമ്പ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചോട്ട്. ഇനി കിട്ടുന്നത് ബോണസാണ്. സിനിമ വന്നാൽ വരും, പോയാൽ പോകും, ഇത്രയേ ഉള്ളൂ. ശരി, ഇനി ഒന്നും പറയില്ല എന്നൊക്കെ വിട്ടായിട്ട് പറ്റില്ല. അപ്പം പറയും, രവിയുടെ അടുത്ത് പോയാൽ എന്ത് സമയം ഉണ്ടെങ്കിലും എന്തെങ്കിലും സൂത്രം കാര്യങ്ങൾ പറഞ്ഞ അവനെങ്കിലും സമാധാനിപ്പിച്ച് വിടുകയെന്നുണ്ട്. അപ്പോ ആരോടെങ്കിലും എന്തെങ്കിലും അവർ പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ, എൻ്റെ ഓർമ്മ അവൻ്റെ ആദ്യത്തെ ബൈക്കാണ്. എനിക്ക് കാറുണ്ടാവും. ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ആദ്യമായിട്ട് വാങ്ങിയ ബൈക്ക് എന്നെ കണ്ടിട്ട് ആ എന്ന് പറഞ്ഞു ബൈക്ക് ഇട്ടും ഒരു ഇട്ടില്ല. മുതിരൊന്നും അറിയുന്നവരത് വിഷുട്ട വെച്ചിട്ട് എന്നെ കണ്ട് ഈ ബൈക്ക് മേടിച്ച് സന്തോഷം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കൈ കാണിച്ച് പിടിക്കും. അടുത്ത് വേറെ ആരും സൈക്കിളിൽ തന്നെ മുഴുവൻ ചെറുതായിട്ട് തട്ടി. അപ്പൊ ഞാൻ അന്ന് പറയും, ഈ 2 ഏക്കറിന്റെ മുകളിൽ പോകുമ്പോ കൈ പ്രവേശിപ്പിച്ച് എന്നും പറയില്ലട്ടോ എന്ന് പ്രചരിപ്പിക്കാൻ. എന്താ വെച്ചാല് ഈ ആ ബൈക്ക് വാങ്ങിയപ്പോ അവൻ അനുഭവിച്ചും അവനെ കണ്ടുള്ള സന്തോഷമുണ്ടല്ലോ, അതവൻ പ്രതീക്ഷിക്കാത്ത സംഗതിയായിരുന്നു. ഒരു കാലത്ത് അവിടുന്ന് ഒരു ബൈക്ക് വാങ്ങിയപ്പോഴായിട്ടുള്ള സന്തോഷം ഞാൻ കണ്ടനുഭവിച്ച ആളാണ്. അവിടുന്നൊക്കെയാണ് മാള അരവിന്ദൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കാര്യങ്ങൾ മുഴുവൻ. മാത്രമല്ല, ഇവിടെ ചോദിച്ചല്ലോ മാള അരവിന്ദൻ ഈ സൊസൈറ്റിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, സങ്കടം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രാരബ്ധം കൊണ്ടും കഷ്ടപ്പെടുന്ന ആൾക്കാരെ കേരളത്തിലെ ജനതയെ ചിരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് മാള അരവിന്ദൻ ചെയ്തത്. അതാണ് ഈ സൊസൈറ്റിക്ക് ചെയ്തത്. മാള അരവിന്ദൻ ഈ സൊസൈറ്റിയെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു എന്നുള്ളത് തന്നെ. അതിൽ കൂടുതൽ ഒന്നും ഒരു ആർട്ടിസ്റ്റ് ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഇപ്പൊ എന്നെ കുറിച്ച് ചോദിക്കും, താനെന്താ ചെയ്തെന്ന് ചോദിക്കും. ഒരുപാട് ബലാത്സംഗം ചെയ്ത ജനങ്ങളെ ഇന്ന് എല്ലാം വളർന്നായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോ
എനിക്കുള്ള സന്തോഷം അറിയും. ഒരു ഗതിയില്ലാത്ത 3-4 പെൺപിള്ളേരും തമ്പയും മുത്തശ്ശനൊക്കെ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അത്യാവശ്യം ഓരോ കാര്യങ്ങൾക്ക് അദ്ദേഹം വിളിക്കാൻ തുടങ്ങിയിട്ടായിരുന്നു. മുമ്പ് വിളിക്കില്ല, പേടിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് പെൺകുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു ഫോട്ടോ എടുക്കുന്ന കാലം മാറിപ്പോയി. കലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കലയ്ക്കറിയാം. ആരെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമുള്ള കാരണമല്ലാന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ അടുത്ത് വരുന്നിരിക്കില്ല. എന്നെ കണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്തെ ഈ ഒരു ഗോപാലകൃഷ്ണനെ വീട്ടിൽ പോയിട്ട് ഞാൻ ബെല്ലടിച്ചപ്പോ അവിടുത്തെ ജോലിക്കാരി വന്ന് അയ്യോ എന്ന് പറഞ്ഞു പോലെ ടക്കെ എന്ന് കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. അവരിവിടെ ഇല്ല, പൊക്കോള് പറഞ്ഞു നിൽക്കണ്ടോ എന്നെ നിർത്തിയാണ്. അപ്പൊ അത് ഞാൻ പറയാൻ കാര്യം, അരവിന്ദൻ ഒരിക്കൽ ഒരു ഫംഗ്ഷൻ എന്ന് കഴിഞ്ഞപ്പോ ഒരു തൊളയിലാണ്. അപ്പൊ അന്ന് ഞാൻ അഭിനയിച്ചിരുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞത് ഇതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരവിന്ദനോട് പറഞ്ഞു, ചേട്ടാ ഒരു കോമാളി കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അതോ മൈക്കിലൂടെ തിരിച്ചു വന്നേ പാചകം. ഞാനൊരു പാപം കോമഡിയനായിട്ട് ഈ കോമഡിയൊക്കെ കാണിക്കുന്നുണ്ടല്ലേ നിങ്ങളെ എന്നോട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞേ. TJ പറയുന്നതാണെങ്കിൽ നിങ്ങൾ എന്താ പറയാൻ ചോദിച്ചാൽ എല്ലാ സംഗതിയും കാണിക്കാൻ പറയുന്നത് മനസ്സിലായോ? അപ്പോ അതായത് അവിടെയും കൂടി എന്റെ പേര് ഉപയോഗിക്കാൻ ഒരു മടിയില്ല എന്നർത്ഥം. വേറെ ആരെങ്കിലും പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പിന്നെ കൺഫ്യൂഷനോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നീട് എന്നോട് ചെല്ലുമ്പോ പറയും ചേട്ടാ ഒരു തമാശ പറയുന്നത് ചോദിക്കാം. അത് മാറാറിയുന്നുണ്ട്, എനിക്ക് ചെയ്യാനുള്ള പണി വേറെ കൊടുക്കുന്നത്. ഒരു കോളേജിൽ കേരള കോളേജ് ചെന്നപ്പോഴാണ്. അപ്പൊ അതിന് എന്റെ കൂടെ വന്ന് ഈ ശൈലിക്ക് വന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൂടെ നിൽക്കാൻ ധൈര്യമുള്ള കൂട്ടുകണി വന്നോളം പറഞ്ഞു. ചിലപ്പോൾ അവരോട് ഇങ്ങനെ നിർത്തി. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞു. എന്തായാലും ഇത്തരത്തില് ഇത്രയും ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് നിങ്ങൾ നാളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട്. അത് ഞാൻ പറയാന്നറിയും, മരിച്ചുപോയവരുടെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാണ്. ആ മനസ്സിന്റെ അകത്ത് മാളാരവിന്ദൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ താഴെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോ എത്രയോ നാൾ നിലനിൽക്കുന്നതുണ്ട്. ഞാനിപ്പോ ഈയിടെ ഒരു സ്ഥലത്ത് പോയപ്പോണ്ടായിരുന്നു. അവിടെ നമ്മള് പഴയ ഒരു ഡയറക്ടറുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത് ഓർമ്മ അവരുടെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് മരിച്ചുപോയതിനെ കുറിച്ച് ഏറ്റവും വലിയ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് തന്നെയാണ്. അതുണ്ട് എന്നുള്ളതിന് ഈ ഒരു ചെറിയ സ്റ്റൈലിൽ തിങ്ങിയിരിക്കുന്ന ഈ ആൾക്കാരെ കാണും. ക്രീംസ് ആണല്ലോ ഈ നാടിൻ്റെ അകത്തുള്ള മാളയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയ അംശമല്ല ഈ വന്നിരിക്കുന്നത്. കേരളം മൊത്തം ഉണ്ടല്ലോ ഇത്. അതിനേക്കാളും വലിയ സ്മാരകമില്ല. നിങ്ങൾ പറഞ്ഞു, ഞാൻ വേണ്ടതല്ല പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് അർത്ഥം വെച്ചാൽ ഞാൻ എതിരേക്ക് പറഞ്ഞു എനിക്ക് ഫ്രീ സ്നേഹമായിട്ടല്ല. ഞാൻ പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകം അയാൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പടുത്തുയർത്തിയിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അതാണ് വിഷയം. ഇനി അങ്ങേർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അതൊക്കെ ഉദ്ദേശം. ഇനി അതായത് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം എനിക്ക് അടുത്തൊരു മീറ്റിങ്ങിൽ പോകാനുണ്ട്. ഈ ശാന്ത അതിനോട് ഞാൻ പറഞ്ഞേപ്പിച്ചത്. ഈ ശാന്ത, തൃശ്ശൂർ ശാന്ത, ഞാൻ മുത്തിനോട് പറയുകയും ചെയ്തു. മുത്തിനോട് ചോദിച്ചു, ചേട്ടന് പരിചയം പിന്നെ അച്ഛനായിട്ടുള്ള കൂടുതൽ അടുപ്പവും ഒക്കെയുള്ള ആൾക്കാർക്ക് ശാന്ത എന്നൊരു കുട്ടിയുണ്ട്. ഒരുപാട് നാടകത്തിൽ അത് നിർമ്മിച്ച് അഭിനയിച്ചതാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ വരുമ്പോൾ വിളിക്കുന്ന ഒരാൾ ശാന്തയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കുമ്പോഴൊന്നും വിളിക്കാൻ പറ്റില്ല. നല്ല ഒരു സൗഹൃദം കുട്ടി. പ്രത്യേകിച്ചും നിങ്ങൾ കേട്ട് കാണും, കാണിപ്പയ്യൂര് വെച്ചൊരു വണ്ടി ആക്സിഡന്റ് ആയി 8 പേര് മരിച്ചു പോയത്. 9 പേര് മരിച്ചു എന്നായിരുന്നു ആദ്യത്തെ കണക്ക്. ഈ മരിച്ച ആൾക്കാരെ നിരത്തിയിട്ടത് കാണാൻ വേണ്ടി വന്നതിൽ ഒരു കുട്ടി ഇരിക്കുന്ന ഒരാളുടെ കൈ ഇറങ്ങുന്നുണ്ടോ, ഒരു പേരിലാണ് ഇറങ്ങുന്നുണ്ടോ.
അപ്പോഴാണ് മറ്റുള്ളവർ നോക്കുന്നത്. അങ്ങനെയാണ് 9 8 ചുരുങ്ങിയത്. മറ്റേ അച്ഛനാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതില് എന്തോ കൃപ കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഈ ശാന്ത. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു കുട്ടിക്ക്. മജ്ജ രക്തക്കുഴലിനകത്ത് കയറിയതാണ്. രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് വരെ മറ്റേ ഡോക്ടേഴ്സ് ചെയ്തു. കാരണം അത് പതുക്കെ കയറി ചെറിയൊന്ന് ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്. അന്ന് ഞാൻ തൊഴിലാതിരിക്കുക ഒരു സർജറി കഴിഞ്ഞിട്ട്. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ നാട് മറ്റൊരു സുഹൃത്തുക്കൾ സൈനുദ്ദീൻ മസ്കറ്റിലാണ്. ഇന്നത്തെ അറിയുന്നു സൈനുദ്ദീനെ. സൈനുദ്ദീനെ വിളിച്ചു. സൈനുദ്ദീൻ അവിടുന്ന് ഇതിലൊരു മരുന്ന് ഇവിടെ ഒന്നും കിട്ടാത്തൊരു മരുന്നാണ്. പക്ഷെ അവിടുന്ന് മസ്കറ്റിൽ നിന്ന് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ഹോസ്പിറ്റൽ മരുന്ന് സമിതി ഉണ്ട്. അതിൻ്റെ അത് കിട്ടി. അവിടുന്ന് വിളിച്ച് തവള ബസാർ എല്ലാം ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാന്ത ഇവരുടെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ സദസ്സിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. അരവിന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഇത് പറയാൻ, പക്ഷേ പറയാൻ വാർത്തകളെ ഇല്ല. കാരണം ഞാൻ 1-2 സിനിമയിൽ അരവിന്ദനെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാടകങ്ങൾ ഞങ്ങൾ ഒത്തിരി അങ്ങനെ കളിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡാൻസിന് എനിക്ക് തമിഴ് എന്നിപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഒരാഴ്ചയില്ലേ. അപ്പോൾ പറയും ആദ്യത്തെ എനിക്ക് ഡാൻസിന് തമിഴ് വായിച്ചിട്ടാണ് ആദ്യം വായിക്കുക എന്നിട്ട് പറയും. എനിക്ക് എൻ്റെ കൂടെ പിറക്കാത്ത ഒരു സഹോദരനാണ് അദ്ദേഹം. എന്നോട് എപ്പോഴും പറയും, നീ എൻ്റെ പെങ്ങളുട്ടിയല്ലേ എന്ന് പറയും. തൃശ്ശൂരൊക്കെ വരുമ്പോൾ വിശേഷങ്ങൾ പറയും. ചേച്ചിയായിട്ട് വീട്ടിലേക്ക് വരും, വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഓർമ്മകളുണ്ട്. പക്ഷെ മരിക്കുന്നത് വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു വേറെൻ്റെ വാർത്താടെ എനിക്ക് വളരെ വിഷമമുണ്ട്. ചേച്ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആക്സിഡൻറ്റ് പറ്റി ICUയിൽ കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു ചേട്ടൻ. പക്ഷെ അവർക്ക് കടത്തി വിട്ടില്ല. അവരോട് എന്തൊക്കെയോ തമാശയും കുറച്ചൊക്കെ കടത്തി എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് വേണ്ടി. എന്തായാലും അങ്ങനെ ആത്മാവിന് വേണ്ടി ഞാൻ വ്യക്തി ശാന്തി നേരുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, അരവിന്ദേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി 11ാമത്തെ ചരമവാർഷിക ദിനത്തിൽ മറ്റു പല വാർഷികങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം മരിച്ചുപോയവർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. പക്ഷേ ആ കുടുംബവും തുടർന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമൊക്കെ എടുക്കുന്നൊരു നിലപാടാണ് ഈ അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകവും എന്നുള്ളത്. അതിനായി കഴിഞ്ഞ 10 വർഷമായി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എന്നെ സംബന്ധിച്ചിടത്തോളം, മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകനാണ്. പക്ഷെ ഞാനൊരു സഹോദരനായി പോയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ നേടിയെടുത്തൊരു വ്യക്തി കൂടിയാണ്. മകൻ എന്ന സ്ഥാനത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് തന്നെ കൽപ്പിക്കപ്പെട്ട ഒരാളാണ് മണിച്ചേട്ടൻ. സ്മാരകങ്ങൾ ഉണ്ടാവുക, അത് പ്രഖ്യാപനം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും സാധ്യമാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നും കലാഭവൻ മണിച്ചേട്ടൻ്റെ സ്മാരകം ചാലക്കുടിയിലുള്ളത്. പക്ഷേ രവി സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അത്തരം ആ പ്രവാഹം വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ഇതേപോലെ തന്നെ സിനിമാ രംഗത്തു നിന്ന് പല ആളുകളെയും ക്ഷണിക്കാനായിട്ട് ഒരു 6 മാസം മുമ്പേ പ്രയത്നം തുടങ്ങും. പക്ഷെ ഒരാളും ടീച്ചറായിട്ട് ഇരിക്കുകയാണെങ്കിലും ഒരു പക്ഷെ അന്ന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ മറ്റു പല തിരക്കുകൾ പറയും, ആരും എത്തിച്ചേർത്തില്ല. ഒരു പക്ഷെ ഒരുപാട് സൗഹൃദങ്ങൾ കൂട്ടിയിണക്കപ്പെട്ട വ്യക്തിയായിരുന്നു മണിച്ചേട്ടൻ. പക്ഷെ ഇന്ന് ആ സ്വർണ്ണാഞ്ജലി ദിവസമൊക്കെ ഒരാളെ കിട്ടാൻ വേണ്ടി നെട്ടോട്ട് സിനിമാ രംഗത്ത് ഉള്ളതായതുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്ന് ഒരാളെ വേണമെന്ന് നമ്മുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതും വലിയ ദുഃഖങ്ങൾക്കൊക്കെ ഇട തന്നിട്ടുണ്ട്. കാരണം ഒരുപാട് സ്നേഹിച്ച, അല്ലെങ്കിൽ തൊട്ടറിയുന്ന ആളുകളൊക്കെ അവരുടെ വാക്കുകൾ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ വേർപെട്ടു പോയ ദുഃഖത്തിനപ്പുറം ഒരു സമാശ്വാസം എനിക്ക് തോന്നി. കാരണം
മറ്റ് കഴിഞ്ഞ വാർഷികങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് അരവിന്ദേട്ടന് കൂടുതൽ ഒരു കൂട്ടായ്മ ഉണ്ടായതായി ആ സന്തോഷം ഇന്നിവിടെ ഈ കൂട്ടായ്മയിലൂടെ ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം ഇനി അത് വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായി തന്നെ പോകും. മാളാരവിന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഓരോരുത്തരും അതിശക്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ചോർന്നു പോകാനിടയില്ല, കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വരും. നേരത്തെ പറഞ്ഞു ഒരു റോഡിന്റെ ഒരു പേരോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ഒരു പേരോ സ്കൂളിനൊരു പേരോ എന്നൊക്കെ. ചാലക്കുടിയിൽ പഠിച്ചത് തന്നെയാണ് ഇന്ന് മറ്റൊരു പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടേ പോകൂ, അവിടെ എത്ര വൈകിയായാലും ഇവിടെ വന്നിട്ട് തല കാണിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും സ്മാരകത്തിനപ്പുറം ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത് തന്നെ വലിയ സ്മാരകമായി ഞാൻ കരുതുന്നു. പിന്നെ ഇന്ന് നമുക്ക് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള മൂമെന്റ് ആയിരുന്നു. മാളച്ചേട്ടനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ അനുഗ്രഹിക്കാനും നമ്മുടെ ഒപ്പം നിൽക്കാനും അദ്ദേഹത്തിന്റെ സൗഹൃദം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രവി സാറ് ഇവിടെ ഉണ്ടായാലും അവിടെയാണ് വീണ്ടും ഈ അനുസ്മരണ പ്രസക്തി വരുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ച ജീവിത ചക്രങ്ങൾ പറയുമ്പോൾ ശരിക്കും ഇവരൊക്കെ നമ്മുടെ ഉള്ളിലൂടെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ ജീവിപ്പിക്കുകയാണ് വീണ്ടും. അത് തന്നെയാണ് ഈ അനുസ്മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വ്യക്തി മറ്റുള്ള വ്യക്തിയോട് കൂടി ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പങ്കെടുക്കാൻ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. വരും വർഷങ്ങളിൽ അങ്ങനെ ഒരുപാട് ആളുകളെ തേടിയെത്താൻ കൊണ്ടുവരാനും അരവിന്ദേട്ടൻ്റെ ഈ ഫൗണ്ടേഷന് കഴിയട്ടെ. എന്നും കുടുംബത്തോടൊപ്പം മുത്തു പലപ്പോഴും അങ്ങോട്ടും വിളിക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഉരുള ചെന്ന് മദ്ദളത്തോട് പറയുന്ന പോലെയാണ് ഞങ്ങളുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷേ ഇന്ന് ഈ കൂട്ടായ്മ ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതിന് രാജരവി സാർ, ശാന്തി ചേട്ടൻ തുടങ്ങിയിട്ടുള്ള പിന്നെ ഇവിടുത്തെ ഓരോ പ്രതിഭകളും ഇപ്പം നമ്മളുടെ ഭാഗത്തുനിന്നും ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഇവരൊക്കെ എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മണിച്ചേട്ടൻ്റെ അനുസ്മരണത്തിൽ ആഗ്രഹ സാർ ഇപ്പം ഇംഗ്ലീഷ് സാർ പറഞ്ഞ പോലെ തന്നെ പറയാണ്. രാമകൃഷ്ണൻ എനിക്ക് നന്നായി അറിയാം. കാരണം അതുപോലെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചേട്ടൻ അവരോട് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നെ വന്നപ്പോൾ തന്നെ ഇതുപോലെ തന്നെ കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നെ വീട്ടിൽ ചേട്ടൻ കണ്ണ എന്നാണ് വിളിക്കാറ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ കുറച്ച് അകലം പേടിയാണ്. ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ ഇവരൊക്കെ അവരടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഒരു ഗദ്ഗതം തന്നെയാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വർഷത്തേക്ക് വീണ്ടും ഒരു മനസ്സിനെ ത്വരിതപ്പെടുത്താൻ ആഴ്ചയ്ക്കുന്ന ഒരു ബന്ധപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആ നോവുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിന് ഇവിടുത്തെ പ്രമോദടക്കമുള്ള കലാകാരന്മാരുണ്ട്. നിങ്ങളൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ, കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെ ഇതിനെ വീണ്ടും ശക്തിപ്പെടുത്താൻ സാധിക്കും. വരും വർഷങ്ങളിൽ നമ്മുടെ ആ മാളയെ മാണിക്യമായി മാറ്റി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഒരു ഇടമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഒപ്പം ഈ വലിയ വേദിയോട് യാത്ര ചോദിക്കുകയാണ്. പാലക്കാട് നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കഞ്ചേരി വരെ എത്തണം. അതുകൊണ്ട് യാത്ര ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.